UN കണക്കനുസരിച്ച് ഒരു ദിവസം ഈ ലോകത്ത് 1,50,000-ഓളം ആളുകൾ മരിക്കുന്നുണ്ടെന്നാണ്. അതായത് നമുക്കിടയിലുള്ള പലരും നാളത്തെ സൂര്യോദയം കാണാനുണ്ടാകില്ല. സമയമെന്നത് നമ്മുടെ ആരുടെയും അധീനതയിൽ നിൽക്കുന്ന ഒന്നല്ല. ഏതൊരു കാര്യവും ചെയ്യുന്നതിനുള്ള ശരിയായ സമയം എപ്പോഴാണെന്നറിയാമോ? അത് ഇന്നലെയായിരുന്നു. ആ കാര്യം ചെയ്യുന്നതിന് രണ്ടാമത് ശരിയായൊരു സമയമുണ്ടെങ്കിൽ അതിന്നാണ്, ഈ സമയത്താണ്. ഓരോ ദിവസത്തെയും സമയം തുടങ്ങുന്നത് അർദ്ധരാത്രി 12 മണിക്കാണ്. 00:00 ഹവേഴ്സ്. ഈ സമയഗതി അവസാനിക്കുന്നത് അടുത്ത രാത്രി 00:00 ഹവേഴ്സിലാണ്. ഞാൻ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം ഇതാണ്: എല്ലാവർക്കും ഒരുപോലെയാണ് ഈ സമയം ലഭിക്കുന്നത്. ആർക്കും കൂടുതലായോ കുറവായോ ലഭിക്കുന്നില്ല. ഈ സമയം TV കണ്ടുകൊണ്ടോ മൊബൈൽ ഫോണിലിരുന്നോ ഉറങ്ങിയോ അങ്ങനെ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് വിനിയോഗിക്കാനാകും. ഈ സമയം വീണ്ടും രാത്രി 00:00 ഹവേഴ്സിൽ റീസെറ്റ് ആകും. സമയത്തിന് മുന്നേ നടക്കാനോ സമയത്തെ തിരിച്ചു പിടിക്കാനോ ഒരു വ്യക്തിയെയും സമയം അനുവദിക്കില്ല. എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് സമയം വളരെ വിലപിടിച്ചതാണ് എന്ന്. എന്നാൽ അവരിൽ ബുദ്ധിമാന്മാരായവർ മാത്രമേ ഇങ്ങനെ മനസ്സിലാക്കുകയുള്ളൂ. അതായത് സമയത്തിനാണ് ഏറ്റവും വിലയെന്ന്. ആളുകൾ പറയാറുണ്ട് സമയം സേവ് ചെയ്യണമെന്ന്. സേവ് ചെയ്ത് പോക്കറ്റിൽ വെക്കാനോ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യാനോ പറ്റുന്ന ഒരു സാധനമാണോ ഈ പറയുന്ന സമയമെന്നത്? സമയത്തെ സേവ് ചെയ്ത് വെക്കുകയല്ല ചെയ്യുന്നത്, ശരിയായ രീതിയിൽ വിനിയോഗിക്കുകയാണ്. ശരിയായ സമയത്ത് കാര്യങ്ങൾ ചെയ്യാതിരുന്നാൽ രാത്രി 12 മണിയാകുമ്പോൾ ആ സമയം എന്നേക്കുമായി നഷ്ടമാകുകയാണ് ചെയ്യുന്നത്. ഒന്ന് സങ്കല്പിച്ചു നോക്കൂ. ഒരു ദിവസം രാവിലെ ഒരാൾ നിങ്ങൾക്ക് 1,00,000 രൂപ നൽകിയിട്ട് പറയുകയാണ്, ഈ പണം ഇന്ന് തന്നെ വിനിയോഗിച്ച് തീർക്കണം, അല്ലെങ്കിൽ രാത്രിയാകുമ്പോൾ ഈ പണം അപ്രത്യക്ഷമാകുമെന്ന്. അപ്പോൾ നിങ്ങൾ എന്താണ് ചെയ്യുക? ഉടനടി ഊർജ്ജസ്വലരായി ആ പണം ചിലവഴിക്കാൻ ആരംഭിക്കും, അല്ലേ? കാരണം നിങ്ങൾക്കറിയാം, കയ്യിലിരിക്കുന്ന പണം മുഴുവനായി ചിലവഴിച്ചില്ലെങ്കിൽ രാത്രിയാകുമ്പോൾ ആ പണം അപ്രത്യക്ഷമാകുമെന്ന്. ഈ ഒരു ആറ്റിറ്റ്യൂഡാണ് സമയത്തിന്റെ കാര്യത്തിലും നിങ്ങൾക്കുണ്ടാകേണ്ടത്. പലരും ഇങ്ങനെ പറയുന്നത് കേൾക്കാറുണ്ട്: എൻ്റെ കയ്യിൽ പൈസയില്ല, അതുകൊണ്ടാണ് എൻ്റെ ജീവിതം ഇങ്ങനെ ആയതെന്ന്. എന്നാൽ ലൈഫിൽ സക്സസ്ഫുള്ളായ വ്യക്തികൾ പണത്തേക്കാൾ മൂല്യം നൽകുന്നത് സമയത്തിനാണ്. സമയം നഷ്ടമാകാതിരിക്കാനാണ് അവർ പരിശ്രമിക്കുന്നത്. നിങ്ങൾക്കും ഇതേ ഓപ്ഷൻസ് ഉണ്ട്. ഒന്നുകിൽ നിങ്ങളുടെ കയ്യിലുള്ള സമയം നിങ്ങൾക്ക് വിശ്രമിച്ച് തീർക്കാം, ഇല്ലാത്തതിനെക്കുറിച്ചോർത്ത് വിഷമിച്ചോ പരാതി പറഞ്ഞോ കരഞ്ഞോ ചിലവഴിക്കാം. സമയം ആർക്കു വേണ്ടിയും കാത്തു നിൽക്കുന്ന ഒരു വസ്തുവല്ല. നിങ്ങളിൽ ആരൊക്കെയാണോ ഈ സത്യം തിരിച്ചറിഞ്ഞത്, അതായത് സമയത്തേക്കാൾ വാല്യൂ ഉള്ള മറ്റൊരു വസ്തുവില്ലെന്ന്, അങ്ങനെയുള്ളവർ അവർ ഏത് ജോലി ചെയ്യുന്നവരാകട്ടെ അവരുടെ ഫീൽഡിൽ മറ്റാരേക്കാളും സക്സസ്ഫുൾ ആയിരിക്കും അവർ. ഇത് ഗ്യാരണ്ടിയാണ്. പലരും തൻ്റെ കയ്യിൽ ഇപ്പോഴുള്ള സമയം വിനിയോഗിക്കാതെ ഭാവിയിൽ എന്നെങ്കിലും എൻ്റെ ശരിയായ സമയം വരും എന്ന് വിചാരിച്ച് കാത്തിരിക്കുന്നവരാണ്. ഇത് സമയം നഷ്ടമാക്കലാണ്. മറ്റു ചിലരുണ്ട്, അവരവരുടെ സമയം വെറുതെ നഷ്ടമാകുകയാണല്ലോ എന്നോർത്ത് വിഷമിച്ചുകൊണ്ടിരിക്കും. ഈ വിഷമിച്ചുകൊണ്ടിരിക്കുന്നതല്ലാതെ ആ സമയം ശരിയായി വിനിയോഗിക്കാമെന്ന് അവർ ശ്രദ്ധിക്കില്ല. എന്നാൽ ആരാണോ തൻ്റെ സ്വപ്നം നിറവേറ്റാനുള്ള കാര്യങ്ങളിൽ വളരെ ബിസി ആയിരിക്കുന്നത്, അവർക്ക് സമയത്തെപ്പറ്റി ചിന്തിക്കാനുള്ള സമയം പോലും ഉണ്ടാകില്ല. തൻ്റെ സ്വപ്ന സാക്ഷാത്കാരത്തിനായി അത്രയും ബിസി ആയിരിക്കുന്ന വ്യക്തികളെ സമയം യഥാർത്ഥത്തിൽ മറ്റാരെക്കാളും മുന്നിലെത്തിക്കും. അവരുടെ മരണത്തിന് ശേഷം പോലും അവരുടെ പേര് മറ്റുള്ളവർ ഓർമ്മിക്കും. ഒരു നഷ്ടം സംഭവിച്ചാൽ അതിൽ വിഷമിക്കുന്നതും കരയുന്നതും സ്വാഭാവികമാണ്. എന്നാൽ അതിനെ ഓർത്ത് ഒന്നും ചെയ്യാതെ ഇരുന്നു പോയാൽ അവിടെ സമയനഷ്ടം ഉണ്ടാകുമെന്നുറപ്പാണ്. സമയം സഞ്ചരിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അത് ആർക്കു വേണ്ടിയും കാത്തു നിൽക്കില്ല. നിങ്ങൾക്ക് ആരോടെങ്കിലും സ്നേഹം തോന്നുന്നുണ്ടെങ്കിൽ ഇപ്പോൾ സ്നേഹിക്കൂ. ഡാൻസ് ചെയ്യാൻ തോന്നുന്നുണ്ടെങ്കിൽ ഇപ്പോൾ ചെയ്യൂ. എന്തെങ്കിലും പഠിക്കണമെന്ന ആഗ്രഹമുണ്ടെങ്കിൽ ഇപ്പോൾ പഠിക്കൂ. കാരണം ഈ സമയം ഇനി തിരിച്ചു കിട്ടില്ല എന്നുറപ്പാണ്. നിങ്ങളുടെ സ്വപ്നങ്ങൾ നിങ്ങൾ വിചാരിച്ചതിനേക്കാൾ നേരത്തെ പൂർത്തിയാകുന്നതിൽ ഒരു കുഴപ്പവുമില്ല.
എന്നാൽ ലേറ്റ് ആകുകയാണെങ്കിൽ ആ സക്സസിനെ ആസ്വദിക്കാനുള്ള സമയം പോലും നിങ്ങൾക്കുണ്ടാകില്ല. ഇന്നത്തെ കാലത്ത് ഒരു മനുഷ്യന്റെ ശരാശരി ആയുസ് ഏകദേശം 70 വർഷമാണ്. സോ ഇപ്പോൾ നോക്കൂ, നിങ്ങളുടെ കയ്യിൽ ഇനി എത്ര വർഷം ബാക്കിയുണ്ടെന്ന്. നിങ്ങളുടെ കയ്യിൽ മിച്ചമുള്ള ആ സമയം ശരിയായ രീതിയിൽ എങ്ങനെ വിനിയോഗിച്ചാൽ ലക്ഷ്യത്തിലെത്തിച്ചേരാമെന്നും ആലോചിക്കൂ. നിങ്ങൾക്ക് സമയത്തെ കൺട്രോൾ ചെയ്യാനായില്ലെങ്കിലും നിങ്ങളിപ്പോൾ കടന്നുപോകുന്ന മോശം സമയത്തെ ചേഞ്ച് ചെയ്യാനാകും. മുന്നിലുള്ള സമയം നല്ലതാക്കാനായി ഇപ്പോഴത്തെ സമയം ശരിയായി ഉപയോഗിക്കാനാകും. ഈ ലോകത്തിലെ ഏതെങ്കിലും ഒരു ബാങ്ക് അല്ലെങ്കിൽ ഒരു പണക്കാരൻ നിങ്ങൾക്ക് സൗജന്യമായി 1440 രൂപ സമ്മാനിക്കുമോ? 1 രൂപ പോലും സൗജന്യമായി നൽകില്ല, അല്ലേ? എന്നാൽ ഈ പണക്കാരെല്ലാം പണത്തേക്കാൾ മൂല്യമുള്ളതെന്ന് വിശ്വസിക്കുന്ന സമയം എന്ന വസ്തു നിങ്ങൾക്ക് ദിവസവും സൗജന്യമായി 1440 മിനിറ്റ്സ് നൽകുന്നുണ്ട്. നിങ്ങൾ ജനിച്ചതിൻ്റെ അടുത്ത ദിവസം മുതൽ മരിക്കുന്നതിൻ്റെ തലേ ദിവസം വരെ ഈ 1440 മിനിറ്റുകൾ നിങ്ങളുടേതായി നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. എന്തിനാണ് നിങ്ങൾക്ക് ഇത്രയും സമയം ലഭിക്കുന്നതെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഇനി ഇത്രയും അമൂല്യമായ ഈ സമയം നിങ്ങൾ എങ്ങനെയാണ് വിനിയോഗിക്കുന്നത് എന്നൊന്ന് ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? അലസമായിരുന്ന് സമയം നഷ്ടമാക്കുമ്പോൾ ഒന്ന് ചിന്തിക്കുക. ഇന്ന് നിങ്ങൾ കളഞ്ഞ ഈ നിമിഷമില്ലേ, അതിനി ഒരിക്കലും നിങ്ങൾക്ക് തിരിച്ചു കിട്ടില്ല. നിങ്ങളുടെ പക്കലുള്ള സമയം സ്വയം ഇംപ്രൂവ് ചെയ്യുന്നതിനായി നിങ്ങൾ എടുക്കുന്നില്ലെങ്കിൽ നിങ്ങളെക്കാൾ സമയത്തിന്റെ മഹത്വം മനസ്സിലാക്കുന്ന ഏതെങ്കിലും ഒരു വ്യക്തി നിങ്ങളുടെ സമയം ഉപയോഗിച്ച് നിങ്ങളെ പിന്നിലാക്കി മുന്നോട്ട് പോകും എന്നുറപ്പാണ്. ഇനി ഒരു കാര്യം ചിന്തിച്ചു നോക്കുക. നല്ല സമയം, മോശം സമയം എന്നൊക്കെ പറയുന്നത് എന്തിനെയാണ്? ഒരു ദിവസത്തിലെ സമയം എല്ലാവർക്കും ഒരുപോലെയല്ലേ ലഭിക്കുന്നത്? ഓരോ വ്യക്തികളല്ലേ അവർക്ക് ലഭിക്കുന്ന സമയത്തെ നല്ലതിനായും മോശമായും വിനിയോഗിക്കുന്നത്? വാസ്തവം ഒന്നേ ഉള്ളൂ, സമയം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. എൻ്റെ സമയം ശരിയല്ല, ശരിയായ സമയം വരുമ്പോൾ ഞാനത് ഉപയോഗിക്കും എന്നൊക്കെ പറയുന്നവർ ജീവിതത്തിൽ ശരിയായ സമയം വരുന്നത് നോക്കി ഇരിക്കുകയേയുള്ളൂ. നിങ്ങൾക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ പിന്നീടേക്ക് മാറ്റിവെക്കാതെ ഈ നിമിഷം ചെയ്തു തുടങ്ങുക. മറ്റാരെയും ഇംപ്രസ് ചെയ്യിക്കാനായി നിങ്ങളുടെ സമയം നഷ്ടമാക്കാതിരിക്കുക. കാരണം അതിലൂടെ നഷ്ടമാകുന്നത് നിങ്ങളുടെ മാത്രം സമയമാണ്, അവരുടേതല്ല. ഈ ദിവസം, ഈ നിമിഷം വരെ നിങ്ങളൊരു പക്ഷേ അനേക സമയം അനാവശ്യമായി ചെലവഴിച്ചിട്ടുണ്ടാകും. അതിന് തിരിച്ചു കിട്ടില്ല എന്നുറപ്പാണ്. പക്ഷേ ഇനി മുന്നോട്ടുള്ള ഓരോ സമയവും അത്തരത്തിൽ അനാവശ്യമായി ചിലവഴിക്കണോ എന്ന് നിങ്ങൾക്കിപ്പോൾ തീരുമാനിക്കാനാകും. നഷ്ടമായ സമയത്തെ ഓർത്ത് ഭാവിയിൽ പശ്ചാത്തപിക്കാതിരിക്കാൻ ഈ നിമിഷം മുതൽ നമുക്ക് പ്രവർത്തിച്ചു തുടങ്ങാം. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.